വേദനിപ്പിക്കുന്ന വാർത്തകളാണ്. ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായിട്ടുള്ള മിന്നൽ പ്രളയത്തിൽ വലിയ ദുരന്തം സംഭവിച്ചിരിക്കുകയാണ്. ധരാലി എന്ന ഒരു ഗ്രാമം ഒന്നാകെ ഒലിച്ചു പോകുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. 4 മരണമാണ് ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നതെങ്കിൽ പോലും 50-ലേറെ പേരെ കാണാനില്ല എന്ന വലിയ വാർത്തയാണ് അവിടെ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. വലിയ ദുരന്തമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. മേഘവിസ്ഫോടനത്തെ തുടർന്ന് അപ്രതീക്ഷിതമായുണ്ടായ പ്രളയത്തിൽ വീടുകളും ഒപ്പം തന്നെ വാഹനങ്ങളും ഒലിച്ചു പോകുന്ന ഭീതിതമായ കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിന്റെ ദുരന്തം എത്രമാത്രം വലിയ ആഘാതം അത് സൃഷ്ടിച്ചു എന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇതുവരെ 4 മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത്. അവിടെ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. സൈന്യം സ്ഥലത്തെത്തിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ വരുന്നുണ്ട്. കേന്ദ്ര സംസ്ഥാന ദുരന്ത നിവാരണ സംഘങ്ങളുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം അവിടെ നടക്കുന്നത്. എത്ര വലിയ ആഘാതം ഈ മിന്നൽ പ്രളയം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് ഇതുവരെ കണക്കാക്കാനായിട്ടില്ല. ഒരു ഗ്രാമം ഒന്നാകെ ഒലിച്ചു പോയിരിക്കുന്നു അപ്രതീക്ഷിതമായി ഉണ്ടായിട്ടുള്ള ഈ മിന്നൽ പ്രളയത്തിൽ എന്ന് വേണം മനസ്സിലാക്കാൻ. ദൃശ്യങ്ങൾ അത്രമാത്രം നടക്കുന്നതാണ്. ഉത്തരാഖണ്ഡിൽ മേഘവിസ്ഫോടനത്തെ തുടർന്നാണ് ഈ മിന്നൽ പ്രളയം ഉണ്ടായിരിക്കുന്നത്. ഒരു ഗ്രാമത്തെ ഒന്നാകെ തുടച്ചു നീക്കിക്കൊണ്ട് ആ പ്രളയം ഒലിച്ചിറങ്ങുന്ന കാഴ്ചകളാണ്. അത് കണ്ട് നടുങ്ങിയിരിക്കുകയാണ് രാജ്യം ഈ നിമിഷം. നമുക്കൊപ്പം അഭിലാഷ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. അഭിലാഷ്, എത്ര ഭീതിതമായ ദൃശ്യമാണ് ഇത്. ഒരു ഗ്രാമം ഒന്നാകെ ഒലിച്ചു പോകുന്നു. വീടുകൾ, വാഹനങ്ങളെല്ലാം അതിൽ അമർന്നു പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ്. ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം 4 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നതാണ്. പക്ഷേ കണക്കാക്കാൻ കഴിയാത്ത അത്ര വലിയ നഷ്ടം ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. എന്താണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? രേണുക പറഞ്ഞതുപോലെ വളരെ ഭീതിപ്പെടുത്തുന്ന സങ്കടപ്പെടുത്തുന്ന കാഴ്ചകളാണ് നമുക്ക് ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിലെ ധരാലി എന്ന ഗ്രാമത്തിൽ നിന്ന് കാണാൻ കഴിയുന്നത്. കാരണം വളരെ ശാന്തമായി ഒഴുകിക്കൊണ്ടിരുന്ന ഖീർ ഗംഗ എന്ന് പറയുന്ന നദി വളരെ പെട്ടെന്ന് നനച്ചിരിക്കാതെ അത് അതിശക്തമായ രീതിയിൽ വെള്ളം വരുന്നു. അതിൽ നിന്ന് കുത്തൊഴുകി വെള്ളം വരുന്നു. അത് നേരെ ധരാലി എന്ന് പറയുന്ന സുന്ദരമായ ഗ്രാമത്തിലേക്ക് ആ വെള്ളം ഒഴുകിയെത്തുന്നു. അത് അവിടുത്തെ കെട്ടിടങ്ങളെയും ഹോട്ടലുകളെയും ഹോം സ്റ്റേ എല്ലാം തകർത്തുകൊണ്ട് അതിന് പുറത്തുകൂടി ഒഴുകി പോകുന്നൊരു കാഴ്ച നമുക്കറിയാം. നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ പലരും ദൂരെ നിന്ന് ഈ വെള്ളം ഒഴുകി വരുന്നത് കണ്ട് നിലവിളിച്ചുകൊണ്ട് ജീവൻ രക്ഷിക്കാനായിട്ട് ഓടുന്നതും തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലൊരു ദുരന്തം നമ്മൾ തേടി എത്തുന്നുണ്ട് എന്നുള്ളത് അറിയിക്കാനായിട്ട് ശ്രമിക്കുന്നതും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. 1:45 കൂടിയാണ് ഈ മിന്നൽ പ്രളയം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഭീതിതമായ ഈ ദൃശ്യങ്ങൾ പോലും ലഭ്യമായത്. നമുക്കറിയാം, മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ടായത് അർദ്ധരാത്രിയായിരുന്നു. അതിന്റെ ഭീതിജനിതമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ 1:45 ഉണ്ടായ മിന്നൽ പ്രളയമാണ്. അതുകൊണ്ട് തന്നെ വളരെ ദൂരെ നിന്നുള്ള ആളുകൾക്ക് അത് ദൃശ്യങ്ങളിൽ പകർത്താനായി ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഭിലാഷിലേക്ക് ഞാൻ തിരിച്ചെത്താം. अरे भयंकर भागेगी। अरे बह गया, ये मेरी माँ छोटे बाबू എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും അറിയുന്നതിന് മുൻപ് ആ അപകടത്തിന്റെ ഇരകളായി ഒരു കൂട്ടം മനുഷ്യർ മാറിയിരിക്കാം. അതാണ് ആ ദൃശ്യങ്ങൾ നൽകുന്ന സൂചന. ഖീർ ഗംഗ എന്ന നദിയിൽ ആദ്യം ഉണ്ടായിരുന്ന ജലനിരപ്പ് എന്താണ് എന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. വളരെ അതിന്റെ പൂർണ്ണശേഷിയിൽ നിന്നും വളരെ ചുരുങ്ങി ആ ആ നദി ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടേക്കാണ് ആർത്തലച്ച് ആ പ്രളയജലം എത്തുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. വളരെ നേർത്തൊഴുകിയിരുന്ന നദി അതിനെ അവിടെ കാർത്തലച്ച പ്രളയജലം എത്തുകയാണ്. അത് വീടുകളും വാഹനങ്ങളും എല്ലാം തകർത്തെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഭീതിതമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എത്രമാത്രം മനുഷ്യർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതിന്റെ ഒന്നും കണക്കുകൾ ഇപ്പോൾ ലഭ്യമല്ല. പക്ഷേ മരണസംഖ്യ ഉയരും എന്ന വിലയിരുത്തലാണ് അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. വലിയ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നു. അവിടെ രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അഭിലാഷിലേക്ക് വീണ്ടും. അഭിലാഷ്, ഇവിടെ നമുക്കറിയാം ഉത്തരാഖണ്ഡ് പോലെയുള്ള സംസ്ഥാനം, അവിടെ മേഘവിസ്ഫോടനങ്ങൾ സാധാരണയായി നടക്കുന്നതാണ്. ഇതുപോലെയുള്ള
ഉരുൾപൊട്ടലുകൾ ഉണ്ടാകാറുണ്ട്. വലിയ പ്രളയത്തിനുമൊക്കെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇപ്പോഴും മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു. ഓഗസ്റ്റ് 10 വരെ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിലൊക്കെയുള്ള മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു. ഈ കാണുന്ന സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിരിക്കാനുള്ള സാധ്യത എത്രമാത്രമാണ്? എന്താണ് ഇപ്പോൾ നമുക്ക് ദേശീയ മാധ്യമങ്ങളൊക്കെ നൽകുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഈ ഒഴുകിപ്പോകുന്ന വീടുകളിൽ ആളുകൾ ഉണ്ടായിരുന്നോ? രേണുക, നിരവധി ആളുകളെ അവിടെ നേരത്തെ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ നിരവധി ആളുകളെ അവിടുന്ന് നേരത്തെ തന്നെ മാറ്റി പാർപ്പിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നാൽ പോലും നിരവധി ആളുകൾ അവിടെ വീണ്ടും ഉണ്ടായിരുന്നു. ആ വീടുകളിൽ നിന്ന് മാറാതെ സ്വന്തം വീടുകളിലും ഹോം സ്റ്റേകളിലും ഒക്കെ നിന്നിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അവരുടെ കാര്യത്തിലാണ് ഇപ്പോൾ ഒരു ആശങ്കയുള്ളത്. കാരണം 250 മുതൽ 300 ആളുകൾ വരെ ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ടാകാം എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. അതിൽ 4 പേർ കൊല്ലപ്പെട്ടുവെന്നും 60 പേരെ കാണാതായി എന്നുള്ളതും വളരെ വ്യക്തമായി തന്നെ അവിടുന്ന് ഔദ്യോഗികമായി തന്നെ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ 250 മുതൽ 300 ആളുകൾ വരെ ഇതിനകത്ത് പെട്ടിട്ടുണ്ട്. അതിൽ 15 മുതൽ 20 പേരെ വരെ ഇന്ത്യൻ ആർമി അവിടെ നിന്ന് രക്ഷപ്പെടുത്തി എന്നുള്ള ഒരു സമാധാനം തരുന്ന ഒരു വാർത്ത കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. 15 മുതൽ 20 ആളുകൾ വരെ ഇന്ത്യൻ ആർമി അവിടെ നിന്ന് രക്ഷപ്പെടുത്തി എന്നുള്ളതാണ്. കാരണം ഹർഷിൽ എന്ന് പറയുന്ന സ്ഥലത്ത് അതിന്റെ തൊട്ടടുത്താണ് ഈ ധരാലി എന്ന ഗ്രാമം. ഒരു 4 കിലോമീറ്ററിന്റെ വ്യത്യാസമൊക്കെ ഉള്ളൂ. അവിടെ ഈ ഹർഷിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ത്യൻ ആർമിയുടെ ട്രൂപ്പ് ഉള്ളത്. അവിടെ നിന്ന് 150 പേരടങ്ങുന്ന സംഘം ഈ മിന്നൽ പ്രളയമുണ്ടായി 10 മിനിറ്റിനുള്ളിൽ പ്രദേശത്ത് എത്തിച്ചേർന്ന് രക്ഷാപ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ITBPയുടെ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഫോഴ്സിന്റെ 3 ടീമുകൾ, അതുപോലെ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 4 ടീമുകൾ, അതുപോലെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ 3 ടീമുകൾ തുടങ്ങി വിവിധ തരത്തിലുള്ള ടീമുകൾ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. അതിൽ ഇന്ത്യൻ ആർമി 20 പേരെ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും സമാധാനം തരുന്ന ഒരു വാർത്ത. അതേസമയം തന്നെ 250 മുതൽ 300 ആളുകൾ വരെ ഈ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിലും അതുപോലെ തന്നെ ഖീർഗംഗ നദിയിലൂടെ ഒലിച്ചു വന്ന ചെളിയുടെ അടിയിലും മുങ്ങിപ്പോയിട്ടുണ്ടാകാം എന്നുള്ളതാണ് അവിടെ നിന്ന് പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ പറയുന്ന വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. ഇതനുസരിച്ച് വരുന്ന മണിക്കൂറുകളിൽ അതിശക്തമായ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം അവിടെ നടക്കുമെന്ന് നമുക്ക് മനസ്സിലാവുന്നു. പക്ഷേ കുത്തിയൊലിച്ചു വരുന്ന മഴയും അതുപോലെ തന്നെ മഴവെള്ളവും ഈ രക്ഷാപ്രവർത്തനത്തെ ഏതെങ്കിലും തരത്തിൽ തടസ്സപ്പെടുത്തിയാൽ, കൂടുതൽ രക്ഷാപ്രവർത്തനം തടസ്സപ്പെടുത്തിയാൽ ഒരുപാട് ആളുകളെ രക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എന്ന് വരാം. അത്തരത്തിലുള്ള ഒരുപാട് ആശങ്കകൾ ഈ സാഹചര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, JP നഡ്ഡ തുടങ്ങിയ ആളുകൾ പുഷ്കർ സിംഗ് ധാമി, ഉത്തരാഖണ്ഡിലെ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുമായിട്ട് സംസാരിച്ചു. എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഈ ദുരന്തത്തിൽ അഫക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് തങ്ങളുടെ എല്ലാ സഹായങ്ങളും നൽകുമെന്ന് പ്രധാനമന്ത്രി അടക്കമുള്ള ദേശീയ നേതാക്കൾ ഇപ്പോൾ തന്നെ പ്രതികരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ വലിയ തരത്തിലുള്ള ഒരു ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ നേരത്തെ രേണുക സൂചിപ്പിച്ചതുപോലെ ഓഗസ്റ്റ് 10 വരെ അവിടെ മഴ പ്രവചിച്ചിരുന്നതാണ്. ഇന്ന് ഓറഞ്ച് അലർട്ടായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 1:45 കൂടിയാണ് ഇത്തരത്തിൽ വളരെ ശാന്തമായി ഒഴുകിയിരുന്ന ഖീർഗംഗ ജലത്തിലൂടെ വലിയ തരത്തിലുള്ള മിന്നൽ പ്രളയം കുത്തിയൊലിച്ച് ധരാലി എന്ന് പറയുന്ന ഒരു സുന്ദരമായ ഗ്രാമത്തിലേക്ക് ഇരച്ചു കയറിയത്. 25ഓളം വീടുകളും ഹോം സ്റ്റേകളും അതുപോലുള്ള സ്ഥാപനങ്ങളും കടകളും എല്ലാം തകർത്ത് എല്ലാം ധരാലി ഗ്രാമത്തെ മൊത്തം ഒലിച്ച് ഈ വെള്ളം കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ള സുന്ദരമായ ഒരു ഗ്രാമം ഒന്നാകെ ഒലിച്ചു പോകുന്ന കാഴ്ചകളാണ്, ദുരന്ത കാഴ്ച.